പാമ്പ് കടിയേറ്റ കുട്ടിയുടെ മൃതദേഹം വീട്ടിലെത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എന്റെ മക്കളെ നീ പോയടാ പൊന്നുമോനെ, നീ പോയടാ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, എന്റെ മോനെ. വിവരങ്ങളുമായി സനീറ്റയാണ് ചേരുന്നത്. സനീറ്റ, അതിവൈകാരിക രംഗം കണ്ടു നിൽക്കാനാവാത്തൊരു രംഗമാണ് അവിടെ എന്നറിയാം. ദിക്ഷലിന്റെ സംസ്കാരം ഉടനുണ്ടാവും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ലിനിഷ, തീർച്ചയായിട്ടും ചിറയൻകീഴ് പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സ് മാത്രമുള്ള ദിക്ഷലിന്റെ സംസ്കാരമാണ് പോകുന്നത്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഈ നമുക്കറിയാം, ഈ സാഹചര്യത്തിലൊക്കെ സ്കൂൾ അവധിയാണ്. ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ ഇന്നലെ രാത്രി വളരെ സുഖകരമായി ഉറങ്ങിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ ദിക്ഷലിൻ്റെ കൂടെ തന്നെ സഹോദരിയുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സഹോദരിയുമായൊക്കെ വേനൽ അവധിയാണ്. ഇത്തരത്തിൽ വീട്ടിൽ കഴിഞ്ഞ ഒരു കുട്ടിയാണ് ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടി ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റ് മരണമടയുന്നത്. വളരെ ദുഃഖകരമായ സാഹചര്യം തന്നെയാണ്. ഈ വളപ്പിൽ തന്നെ നമുക്ക് നിൽക്കാൻ വളരെ പ്രയാസമുണ്ട്. അത്തരത്തിലാണ് ഇവിടെ നിന്നും ഉണ്ടാകുന്ന ദിശകളും ഈ അമ്മയുടെ ഭാഗത്തു നിന്നും അച്ഛൻ്റെ ഭാഗത്തു നിന്നും കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ വേദനകരമായ കാഴ്ച തന്നെയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളോട് വലിയ തരത്തിലുള്ള ഒരു രൂക്ഷമായ വിമർശനമൊക്കെ ഇത്തരത്തിൽ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കി മാധ്യമപ്രവർത്തകരെല്ലാം പുറത്തുവരുന്ന സാഹചര്യമാണ്. എന്തായാലും വളരെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ് ഇത്തരം കാര്യം തന്നെ. എന്തായാലും ഈ ദിക്ഷലിൻ്റെ മരണമൊക്കെ എന്തായാലും എതിരെയും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പുലർച്ചെ 2 മണിയോടടുപ്പിച്ചാണ് ഇത്തരത്തിൽ കുട്ടി എൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്നതിനെ തുടർന്ന് മാതാപിതാക്കളോട് വിവരം പറയുന്നത്. തുടർന്ന് മാതാപിതാക്കൾ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും ഒരു മതിയായ ചികിത്സ ലഭിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ കുട്ടിക്ക് വളരെ ഛർദ്ദിൽ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഈ പരിശോധനാ ഫലം ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റതിനെ തുടർന്നുള്ള പരിശോധനാ ഫലം അധികൃതർ അറിയിച്ചിരുന്നത്. തുടർന്നും കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് കുട്ടിയെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് കുട്ടി മരണപ്പെടുന്നത്. വളരെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ വിഷയം തന്നെയാണ്. തുടർന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വീട് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ഈ പലകകൾ കൊണ്ടും അല്ലെങ്കിൽ ഈ സ്റ്റീൽ ഷീറ്റുകൾ കൊണ്ടും നിർമ്മിച്ച ഒരു കൂര, അടച്ചുറപ്പില്ലാത്ത ഒരു വീട് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഈ കുട്ടിയുടെ മരണത്തെ തുടർന്ന് ഇപ്പോൾ ആരെയാണ് നമുക്ക് ഇതിലെ കുറ്റം പറയാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ നമ്മൾ ഉയരുന്നത്. കാരണം ഞാൻ നേരത്തെ കണ്ട സാഹചര്യം വീടിൻ്റെ 4 വളപ്പിലും ഇത്തരത്തിൽ വലിയ വലിയ വിടവുകളുണ്ട്. അത് ഈ ഈടജന്തു വസ്തുക്കൾക്കും അല്ലെങ്കിൽ പാമ്പുകൾക്ക് കഴിയുന്ന എല്ലാ സാഹചര്യമുണ്ട്. ദിവസങ്ങളിലാണ് അതുപോലൊരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഇവിടെ കൈകളിൽ മരം തിരുവനന്തപുരത്ത് പാമ്പ് കടിയേറ്റ് മരിച്ച ദിക്ഷലിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ദിക്ഷലിൻ്റെ സംസ്കാരം ഉടൻ തന്നെ നടത്തും. ഇന്ന് പുലർച്ചെയാണ് ദിക്ഷലിനെ പാമ്പ് കടിച്ചു എന്ന വിവരം വീട്ടുകാർ അറിയുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും. എന്നാൽ
ആവശ്യമായ ചികിത്സ ആശുപത്രിയിൽ നിന്നും ലഭിച്ചില്ലെന്നും വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പാമ്പ് കടിച്ചു എന്ന് വീട്ടുകാർ പറഞ്ഞില്ലെന്നായിരുന്നു ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിവ്. അവർ പറഞ്ഞത് എന്തോ കടിച്ചു എന്ന രീതിയിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ പറയുന്നുള്ളത്. ഏറെ വൈകാരികമായ രംഗങ്ങളാണ് ആ വീട്ടിലിപ്പോൾ നടക്കുന്നുള്ളത്. പൊന്നുമോൻ്റെ മൃതദേഹം കാണാൻ വയ്യാതെ നാട്ടുകാരും ബന്ധുക്കളും രക്ഷിതാക്കളും അവിടെ കൂടിയിരിക്കുകയാണ്. സനീറ്റ, കേൾക്കാമോ? കേൾക്കാം ലിനിഷ. സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ് ഇവിടെ. ഓരോരുടെയും മുഖത്ത് ആ കുഞ്ഞിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ വേദന തന്നെയാണ് ഓരോരുടെയും മുഖത്ത് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. നമ്മുടെയൊക്കെ സഹോദരങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് പോലും ഇത്രയും 8 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു വേർപാട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല. നമുക്കൊരിക്കലും അത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അത്തരത്തിൽ കാഴ്ചകൾ തന്നെയാണ് ഓരോ സങ്കടങ്ങൾ തന്നെയാണ് അവരുടെ ഈ മുഖത്ത് കാണുന്നത്. നാട്ടുകാരാകട്ടെ, ആ കുഞ്ഞിൻ്റെ കൂട്ടുകാരാകട്ടെ, അവസാനമായിട്ട് ഒരു മോഡ് കേട്ട് എന്റെ കൊച്ചിന്റെ പേര് ഐസായി ചേട്ടാ. എന്റെ കൊച്ചിന്റെ പേര് ചേട്ടാ ചേട്ടാ ഐസായി ചേട്ടാ. അമ്മ മേരെ സത്യ, അമ്മ മേരെ മുത്ത് മോനെ. എടാ ഇതിനാണ് ഞാനിന്നെ തന്നെ എന്റെ മുത്തേ, എന്റെ മുത്തേ, എന്റെ മുത്തേ. ബാക്കിയുള്ളവരെ പറഞ്ഞു കാണാനുള്ളവരിങ്ങ് വന്ന് കാണും. എടാ നീ അത് അച്ഛനാണ് എടാ നിന്റെ ക്യാമറ ഓക്കെ. ഞാനതാണ് ഇന്നലെ ലൈവ് ഓടിച്ച് കൊടുക്കുന്നതാണ് ഞാനങ്ങോട്ട്.
തിരുവനന്തപുരം ചിറയൻകീഴ് പാമ്പ് കടിയേറ്റ് മരിച്ച ദീക്ഷലിൻ്റെ മൃതദേഹം വീട്ടിലെത്തിയിരിക്കുകയാണ്. ദീക്ഷലിൻ്റെ സംസ്കാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെ 2 മണിയോടെയാണ് ദീക്ഷലിനെ പാമ്പ് കടിച്ചു ുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ എത്തുന്നതും. എന്നാൽ എന്തോ കടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണെന്ന് ആശുപത്രി അധികൃതർ ഇപ്പോൾ പറയുന്നുണ്ട്. പരിശോധനയിൽ ഫലം നെഗറ്റീവ് ആയതുകൊണ്ടാണ് ആൻറ്റിവനം നൽകാത്തതെന്നും ആശുപത്രി വാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും എന്നും അതുകൊണ്ടാണ് ദീക്ഷലിനെ നമുക്ക് നഷ്ടപ്പെട്ടത് എന്നും രക്ഷിതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ദീക്ഷലിൻ്റെ സംസ്കാരം ഉടൻ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഹൃദയഭേദകമായ കാഴ്ചയാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ, മറ്റു രക്ഷിതാക്കൾ, നാട്ടുകാരൊക്കെയാണ് ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് തങ്ങളുടെ പൊന്നോമനയെ കാണാൻ അവസാനമായി എത്തിയിരിക്കുന്നത്.